എ റഹീമിന്റെ കാലം അവസാനിക്കുകയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. കാരണം വരുന്നതും പോകുന്നതുമായ എല്ലാവരും റഹീമിന്റെ മണ്ടയിൽ കയറി ഇറങ്ങുകയുമാണ്. അതെങ്ങനെയാ നാക്ക് ശരിയാകണ്ടേ എന്ന മറ്റു ചിലരും ചോദിക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും ഏറ്റവും കൂടുതലും കുഴപ്പത്തിലാക്കിയത് എ റഹീമിന്റെ പ്രസ്താവനയാണ് എന്ന് പറയുന്നവരുമുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ഇപ്പോൾ പാർട്ടിയിൽ വലിയ തലവേദനയായി മാറിയ രണ്ട് വ്യക്തികൾ കൂടിയാണ്. എന്തായാലും അതിനിടയിലാണ് ബിനോയ് വിശ്വത്തിന്റെ കൂടി ഈ പരാമർശം. ബിനോയ് വിശ്വം SFIയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ പ്രകടനം പൊതുസമൂഹത്തിന്റെ വികാരമാണെന്നും AIYF പറയുകയാണ്. ഇടതുപക്ഷത്തിനെതിരായി ആസൂത്രിതമായ ആക്രമണങ്ങൾ വലതുപക്ഷവും മാധ്യമങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ SFIയുടെ പേരിൽ ചില ക്രിമിനലുകൾ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നും ഇത് തിരുത്തുവാൻ SFI തയ്യാറാകണമെന്നുമാണ് ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നത് എന്നും AIYF പറയുകയുണ്ടായി. വിമർശനം ഉൾക്കൊണ്ട് SFIയുടെ രീതികളിൽ പരിഷ്കരണത്തിന് ആഹ്വാനം നൽകാതെ ബിനോയ് വിശ്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന A റഹീം MPയുടെ നിലപാട് അത്യന്തം പ്രതിഷേധാർഹമാണ് എന്ന് പറഞ്ഞ AIYF ഇടതുപക്ഷം കൂടുതൽ തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ട കാലഘട്ടത്തിൽ ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായ പ്രകടനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും പറയുന്നു. നേരത്തെ ബിനോയ് വിശ്വത്തിന്റെ SFI പരാമർശങ്ങളിൽ വസ്തുതകളില്ല എന്നും വിമർശനങ്ങൾ എപ്പോഴും വസ്തുതാപരവും ക്രിയാത്മകവുമായിരിക്കണമെന്നും A റഹീം MP പറഞ്ഞിരുന്നു. ബിനോയ് വിശ്വം മറ്റൊരു പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ആ തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അങ്ങനെ ഒരു സ്ഥാനത്തിരുന്ന് പറയേണ്ടതാണോ അദ്ദേഹം പറഞ്ഞത് എന്ന് ആത്മപരിശോധന നടത്തണമെന്നും A റഹീം പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ 3 ദിവസം നീളുന്ന CPIയുടെ സംസ്ഥാന നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങുമ്പോഴും A റഹീമിന്റെ ഈ പരാമർശം ചർച്ചയാവാൻ സാധ്യതയുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനത്തിലൂടെ മുഖ്യമന്ത്രിയുടെ ശൈലിയിലൂടെയും മുന്നണി നേതൃത്വത്തിന്റെ പിടിപ്പുകേടിലും അതിരൂക്ഷ വിമർശനമാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയർന്നു വന്നത്. ഈ വിമർശനം തുടരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. തിരുത്തൽ ശക്തിയാകാൻ കഴിയുന്നില്ല എന്ന വിമർശനം CPI സംസ്ഥാന നേതൃത്വം നേരിടുന്നുണ്ട്. ഇതെല്ലാം സംസ്ഥാന നേതൃയോഗങ്ങളിലും ആവർത്തിക്കും. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവും തുടർന്നുള്ള 2 ദിവസം സംസ്ഥാന കൗൺസിലുമാണ് ചേരുന്നത്. CPM യോഗങ്ങളിൽ ഉണ്ടായതിനേക്കാൾ രൂക്ഷമായ വിമർശനമാണ് സർക്കാരും CPMഉം CPI നേതൃയോഗങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിലെ മാറ്റം, സർക്കാരിന്റെ മുൻഗണന പട്ടിക, SFI അടക്കമുള്ള വർഗ ബഹുജന സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി അടക്കം CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. CPI പഴയതുപോലെ തിരുത്തൽ ശക്തിയാകുന്നില്ല എന്ന വിമർശനത്തിന് നേതൃയോഗത്തിൽ മറുപടി നൽകിയേക്കും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചേർന്ന CPMന്റെ ജില്ലാ നേതൃയോഗങ്ങളിലും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് CPM യോഗങ്ങളിൽ ഉണ്ടായതിനേക്കാൾ രൂക്ഷ വിമർശനങ്ങൾ സർക്കാരും CPMഉം CPI നേതൃയോഗങ്ങളിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിലെ മാറ്റം, സർക്കാരിന്റെ മുൻഗണനാ പട്ടിക, SFI അടക്കമുള്ള വർഗ ബഹുജന സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഇവയെല്ലാമാണ് പ്രധാന ചർച്ചാ വിഷയം.